രാജാവിൻ്റെ ഉത്തരവ് വന്നതോടെ കൊട്ടാരത്തിൽ തിരക്കായി. യുവമോഹനൻ എന്ന മുഖ്യ ഉപദേഷ്ടാവിൻ്റെ മുഖത്ത് കടുത്ത അമർഷം നിഴലിച്ചു. അദ്ദേഹത്തിന് രാജാവിൻ്റെ തീരുമാനം ഒട്ടും അംഗീകരിക്കാനായിരുന്നില്ല. എങ്കിലും ആ ഉത്തരവ് അനുസരിക്കേണ്ടി വന്നു. നിമിഷങ്ങൾക്കകം ആയുധധാരികളായ ഭടന്മാരോടൊപ്പം വേടനും രാജാവും വിക്രമാദിത്യനും ജയദേവനുമെല്ലാം യാത്രയ്ക്ക് തയ്യാറായി. സഹസ്രാനീകൻ തൻ്റെ പ്രിയപ്പെട്ട കുതിരപ്പുറത്ത് കയറി. വിക്രമാദിത്യനും ജയദേവനും ഓരോ കുതിരയെ ലഭിച്ചു. കൊട്ടാരത്തിൻ്റെ പ്രധാന കവാടം കടന്ന് അവർ വേടൻ പറഞ്ഞ ആ നിഗൂഢമായ സ്ഥലത്തേക്ക് യാത്ര തുടങ്ങി. രാജ്യാതിർത്തി കഴിഞ്ഞ് കാട്ടിലേക്ക് കടന്നപ്പോഴേക്കും രാത്രിയായി. ഇരുട്ടിലൂടെയുള്ള യാത്ര വളരെ ദുർഘടമായിരുന്നു. തമ്പുരാനെ, ഇന്ന് നമുക്ക് ഇവിടെ ഒരിടത്ത് വിശ്രമിച്ചിട്ട് പുലർച്ചെ യാത്ര തുടരാം, യുവമോഹനൻ പറഞ്ഞു. പെട്ടെന്നാണ് മുന്നിലെ ഇരുട്ടിൽ ഒരു നിഴൽ രാജാവ് ശ്രദ്ധിച്ചത്. അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ അപകടം മണത്തു. തയ്യാറാവുക! അടുത്ത നിമിഷം തന്നെ രാജാവ് ഉത്തരവിട്ടു. ഒരു നിമിഷാർത്ഥത്തിൽ മുന്നോട്ട് കുതിച്ച രാജഭടന്മാരുടെ നേർക്ക് കാടിൻ്റെ ഇരുട്ടിൽ നിന്ന് ആ കറുത്ത രൂപം ചാടി വീണു. ഇരുണ്ട കവചവും കൂർത്ത വാളുമേന്തിയ ഒരു യോദ്ധാവ്. ആ യോദ്ധാവ് ഒരു ഭടനെ വെട്ടി വീഴ്ത്തി. അടുത്ത നിമിഷം തന്നെ അയാൾ ഇരുട്ടിൽ അപ്രത്യക്ഷനായി. രാജാവിൻ്റെ സൈന്യം ചിതറി. ആരാണ് തങ്ങളെ ആക്രമിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായില്ല. പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിന് മുൻപേ തന്നെ രണ്ടാമത്തെ ഭടന്റെ കഴുത്തിൽ ആ വാൾ പതിഞ്ഞു. മഹാരാജാവേ, ശ്രദ്ധിക്കണം! യുവമോഹനൻ ഭയത്തോടെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം ഉടൻ തന്നെ രാജാവിൻ്റെ മുന്നിൽ ഒരു മറയായി നിന്നു. ഇവന്മാരുടെ കള്ളക്കളിയാണിത്! വിക്രമാദിത്യനെയും ജയദേവനെയും നോക്കിക്കൊണ്ട് യുവമോഹനൻ അലറി. അപ്പോഴേക്കും ആ അക്രമി അവിടെ വീണ്ടും പ്രത്യക്ഷനായി. രാജാവിൻ്റെ സൈനികരെ ഒന്നൊന്നായി അയാൾ വെട്ടി വീഴ്ത്തിക്കൊണ്ടിരുന്നു. ആ യോദ്ധാവിൻ്റെ കണ്ണുകൾ തീക്ഷ്ണമായിരുന്നു. അയാൾ ഭ്രാന്തമായ ചിരിയോടെ രാജാവിനെ ലക്ഷ്യമാക്കി പാഞ്ഞെടുത്തു. വിക്രമാദിത്യൻ പ്രതിരോധിക്കാനായി തയ്യാറെടുത്തു. പക്ഷേ യുവമോഹനൻ പെട്ടെന്ന് വിക്രമാദിത്യൻ്റെ നേരെ വാൾ വീശി. അനങ്ങിപ്പോവരുത്, ഇത് നിന്റെ കളിയാണെന്ന് മനസ്സിലായി. ആദ്യം ഞാൻ അവനെ നേരിടും, എന്നിട്ട് വരാൻ നിന്റെ അടുത്തേക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ ആ രൂപത്തിന് നേരെ പാഞ്ഞെടുത്തു. ആ യോദ്ധാവിൻ്റെ വേഷത്തിൽ വന്നിരിക്കുന്നത് വേതാളമാണ് എന്ന് വിക്രമാദിത്യന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. ജയദേവ, ഇത് നമുക്കുള്ള പരീക്ഷണമാണ്. ഇവരിൽ ആര് മരിച്ചാലും പരാജയപ്പെടുന്നത് നമ്മളായിരിക്കും. എന്ത് വില കൊടുത്തും രാജാവിൻ്റെയും ഇയാളുടെയും ജീവൻ നമുക്ക് രക്ഷിക്കണം, വിക്രമാദിത്യൻ പറഞ്ഞു. അപ്പോഴേക്കും യുവമോഹനനെ വേതാളം വെട്ടിവീഴ്ത്തി. അതിനുശേഷം അത് രാജാവിന് നേരെ കുതിച്ചു. രാജാവിൻ്റെ കഴുത്തിന് നേരെ വന്ന വേതാളത്തിൻ്റെ വാൾ അതേ നിമിഷത്തിൽ തന്നെ വിക്രമാദിത്യൻ തൻ്റെ വാൾ ഉപയോഗിച്ച് തടഞ്ഞു. കൂട്ടിമുട്ടിയ വാളുകളിൽ നിന്നും തീപ്പൊരി ചിതറി. വിക്രമാദിത്യൻ വേതാളത്തെ ദൂരേക്ക് ചവിട്ടിത്തെറിപ്പിച്ചു. ജയദേവൻ അപ്പോഴേക്കും മുറിവേറ്റ യുവമോഹനനെ എടുത്ത് രാജാവിൻ്റെ അടുത്തേക്ക് എത്തിച്ചു. ഉപയോഗിച്ച് ശീലമില്ല എങ്കിലും ജയദേവൻ യുവമോഹനൻ്റെ വാളുമായി അവർക്ക് കാവലായി നിന്നു. ഇതേ സമയം വിക്രമാദിത്യനെ പല ദിശകളിൽ നിന്നും ആക്രമിക്കുകയായിരുന്നു വേതാളം. മിന്നൽ വേഗത്തിൽ വിക്രമാദിത്യൻ അവയെല്ലാം തടയുന്നു. നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായി, കളി എൻ്റെ അടുത്ത് വേണ്ട, വേതാളത്തിൻ്റെ ആക്രമണം തടഞ്ഞുകൊണ്ട് വിക്രമാദിത്യൻ പറഞ്ഞു. ഞാനുണ്ടാക്കിയ ലോകത്താണ് നീ ഇപ്പോൾ. നിഴലാണ് ഞാൻ, നിനക്കെന്നെ ഒരിക്കലും തോൽപ്പിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേതാളം വീണ്ടും വിക്രമാദിത്യനെ ആക്രമിച്ചു. ഏറെ നേരം പിടിച്ചു നിന്നിട്ടും വിക്രമാദിത്യന് വേതാളത്തെ പരാജയപ്പെടുത്താൻ മാത്രം കഴിഞ്ഞില്ല. യുദ്ധം തുടർന്നു. അപ്പോഴാണ് തനിക്കെതിരെ തിരിഞ്ഞ ശേഷം വേതാളം രാജാവിനെ ആക്രമിച്ചിട്ടില്ലല്ലോ എന്ന് വിക്രമാദിത്യന് മനസ്സിലായത്. തങ്ങളെ ഈ ലോകത്തു നിന്നും പുറത്തു കടത്താൻ രാജാവിനെ കൊല്ലുകയാണ് വേണ്ടത്. പക്ഷെ വേതാളം അത് ചെയ്യുന്നില്ല. അതിനെന്തായിരിക്കും കാരണമെന്ന് വിക്രമാദിത്യൻ ചിന്തിച്ചു. അപ്പോഴാണ് രാജാവിൻ്റെ അരികിൽ നിൽക്കുന്ന ജയദേവൻ്റെ കയ്യിലെ തീപ്പന്തം അദ്ദേഹം ശ്രദ്ധിച്ചത്. വേതാളം കൈക്കൊണ്ട ആ രൂപത്തിൻ്റെ ശക്തിയുടെ രഹസ്യം എന്താണെന്ന് അതോടെ വിക്രമാദിത്യന് മനസ്സിലായി. നിഴലിനെ തോൽപ്പിക്കാൻ വെളിച്ചം വരണം. സൂര്യനുദിക്കാൻ ഇനിയും നാഴികകൾ ബാക്കിയാണ്. അതുവരെ വെളിച്ചം വരാൻ ഒരേയൊരു മാർഗമേ ഉള്ളൂ, അഗ്നി. ഒരു നിമിഷം പോലും വൈകാതെ വിക്രമാദിത്യൻ ജയദേവൻ്റെ കയ്യിലുള്ള തീപ്പന്തം കൈക്കലാക്കി. അദ്ദേഹം അത് ഒരു ഉണങ്ങിയ മരത്തെ ലക്ഷ്യമാക്കി എറിഞ്ഞു. തീ ഇലകളിലേക്ക് പടർന്നു. വൈകാതെ ആ പ്രദേശം മുഴുവൻ വെളിച്ചം നിറഞ്ഞു. ആ വെളിച്ചത്തിൽ വേതാളത്തിൻ്റെ രൂപം മെല്ലെ മറഞ്ഞു. ഈ കഥയുടെ നിയമം നിന്നെ സംരക്ഷിച്ചിരിക്കുന്നു, പക്ഷേ അവസാന വിജയം എൻ്റേതായിരിക്കും. ഭ്രാന്തമായ ഒരു അട്ടഹാസത്തോടെ വേതാളം അപ്രത്യക്ഷമായി. രാജാവും ജയദേവനും വിക്രമാദിത്യൻ്റെ അടുത്തേക്ക് പാഞ്ഞെത്തി. വീരഭദ്ര, നീ ആരാണ്? സാധാരണക്കാരനല്ല എന്നെനിക്ക് ഉറപ്പായി, സഹസ്രാനീകൻ ചോദിച്ചു. കൂടുതലൊന്നും ഇപ്പം എന്നോട് ചോദിക്കരുത്. അങ്ങയുടെ ലക്ഷ്യം നിറവേറട്ടെ. നമുക്കുടനെ തന്നെ യാത്ര തുടരണം, സമയം പാഴാക്കാനില്ല, വിക്രമാദിത്യൻ പറഞ്ഞു. മുറിവേറ്റ യുവമോഹനനെ തുടർ ചികിത്സയ്ക്കായി കൊട്ടാരത്തിലേക്ക് തിരികെ കൊണ്ടുപോകാൻ രാജാവ് ഭടന്മാരെ ചുമതലപ്പെടുത്തി. യുവമോഹനൻ രാജാവിനെ വിട്ടുപോകാൻ മടിച്ചു. അപകടമാണ് മഹാരാജാവേ, ഇവരോടൊപ്പം തനിയെ പോകാൻ പാടില്ല. ഞാനും വരാം, മരണം വരെ കൂടെ നിൽക്കാം, അയാൾ പറഞ്ഞു. പേടിക്കണ്ട യുവ, ലക്ഷ്യമെന്തായാലും എന്നെ അപായപ്പെടുത്താനല്ല ഇവർ വന്നിരിക്കുന്നതെന്ന് ഉറപ്പായി. ആണെങ്കിൽ ഇതിനകം തന്നെ അവർക്കത് ചെയ്യാമായിരുന്നു. നോക്കൂ, നമ്മുടെ കൂടെയുള്ള എല്ലാവരും പരാജയപ്പെട്ടു. എനിക്കിപ്പോൾ വിശ്വാസമാണ്. 1000 പേരെതിരെ വന്നോട്ടെ, അവരെ നേരിടാൻ വീരഭദ്രൻ മാത്രം മതി എന്നോടൊപ്പം. നിങ്ങൾ ധൈര്യമായി പോയിക്കോളൂ, പോയി ആരോഗ്യം വീണ്ടെടുക്കൂ. എന്നിട്ട് എൻ്റെയും മൃഗാവതിയുടെയും ഉദയൻ്റെയും വരവിനായി കാത്തിരിക്കൂ.
രാജാവ് യുവമോഹനനോട് പറഞ്ഞു. അതോടെ വിക്രമാദിത്യനും അയാൾക്കരികിലേക്ക് വന്നു. നിങ്ങൾ വിശ്വസ്തനായ ഒരു യോദ്ധാവാണ്. നിങ്ങളുടെ രാജാവിനെ സുരക്ഷിതനായി ഞാൻ തിരിച്ചേൽപ്പിക്കും. വാക്ക്, വിക്രമാദിത്യൻ പറഞ്ഞു. പിന്നീട് യുവമോഹനൻ ഒന്നും പറഞ്ഞില്ല. മുറിവേറ്റ ഭടന്മാരോടൊപ്പം അയാൾ തിരികെ യാത്രയായി. അപ്പോഴേക്കും ഉദയമായി. സഹസ്രാനീകൻ വിക്രമാദിത്യനും ജയദേവനുമൊപ്പം യാത്ര തുടർന്നു. പകൽ മുഴുവൻ യാത്ര ചെയ്ത് രാജാവും സംഘവും ഒരു ക്ഷേത്രത്തിലെത്തി. അവിടെ ഒരു യോഗി ഉണ്ടായിരുന്നു. അയാൾ അവരെ സ്വീകരിച്ചു. യാത്ര ചെയ്ത് തളർന്ന രാജാവ് വിഷമത്തോടെ അവിടെയുണ്ടായിരുന്ന തിണ്ണയിലിരുന്നു. അപ്പോഴേക്കും ആ യോഗി അങ്ങോട്ട് വന്നു. എന്താണ് മഹാരാജാവേ, അങ്ങ് എന്തിനാണ് വിഷമിക്കുന്നത്? അയാൾ ചോദിച്ചു. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഗുരു. ഇപ്പോഴെനിക്ക് തീരെ വയ്യ. എൻ്റെ സുഹൃത്ത് വീരഭദ്രൻ അങ്ങയോട് സംസാരിക്കും. വിക്രമാദിത്യനെ ചൂണ്ടിക്കൊണ്ട് രാജാവ് പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല. അങ്ങയുടെ വിഷമത്തെപ്പറ്റി മാത്രമേ എനിക്ക് ആശങ്കയുള്ളൂ. അങ്ങ് സഹസ്രാനീകൻ എന്ന രാജാവാണെന്നും ഭാര്യയായ മൃഗാവതിയെ തേടി അലയുകയാണ് എന്നുമൊക്കെ എനിക്കറിയാം. പക്ഷേ ശാപകാലം കഴിയുകയല്ലേ, ഇപ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ആ യോഗി പറഞ്ഞു. എനിക്കെൻ്റെ ജീവിതത്തിൽ ഒന്നിനും ഒരു തീർച്ചയില്ല ഗുരു. ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ യാത്രയിൽ മൃഗാവതിയെ കണ്ടെത്താനാവുമെന്ന് വരെ എനിക്ക് തീർച്ചയില്ല. രാജാവ് പറഞ്ഞു. പ്രഭോ, എൻ്റെ പേര് സംഗതകൻ എന്നാണ്. ഞാൻ ഏറെക്കാലമായി ഇവിടെ ജീവിക്കുന്നു. ഒരുപാട് പേരുടെ ജീവിതങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. സംയോഗവും വിയോഗവും ഒക്കെ മനുഷ്യജീവിതത്തിൽ സ്വാഭാവികമാണ്. ഇപ്പോഴങ്ങയുടെ വിഷമം മാറ്റാൻ ഞാനൊരു കഥ പറയാം, സംഗതകൻ പറഞ്ഞു. വിക്രമാദിത്യനും ജയദേവനും സഹസ്രാനീകനും അയാളുടെ വാക്കുകൾക്ക് കാതോർത്തു. സംഗതകൻ പറഞ്ഞു തുടങ്ങി. പണ്ട് മാളവദേശത്ത് കാലനേമി എന്നും വിഗതഭയൻ എന്നും പേരുള്ള 2 സഹോദരന്മാർ ജീവിച്ചിരുന്നു. അവരുടെ പിതാവ് സ്വർഗം പൂകിയപ്പോൾ ആ 2 സഹോദരന്മാരും യാത്ര ചെയ്യാൻ ആരംഭിച്ചു. വിദ്യ നേടുന്നതിനായി പാടലീപുത്രം എന്ന നഗരത്തിലേക്ക് അവർ പോയി. പഠനം പൂർത്തിയായപ്പോൾ ഗുരുവായ ദേശശർമ്മൻ ബുദ്ധിമതികളായ തൻ്റെ 2 പുത്രിമാരെ അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അവരൊരു പട്ടണത്തിൽ താമസമാക്കി. തൻ്റെ ചുറ്റുമുള്ള വീട്ടുകാർ സമ്പന്നരാണെന്ന് കണ്ടപ്പോൾ കാലനേമിക്ക് അസൂയയായി. ഒടുവിൽ അയാൾ ഒരു വ്രതമെടുക്കുകയും ഹോമങ്ങൾ ചെയ്ത് ഭാഗ്യദേവതയെ പ്രീതിപ്പെടുത്തുകയും ചെയ്തു. ദേവത പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, നിനക്ക് അളവറ്റ സമ്പത്തും ഭൂമി മുഴുവൻ ഭരിക്കാൻ പ്രാപ്തനായ ഒരു പുത്രനും ലഭിക്കും. പക്ഷേ നിന്റെ ലക്ഷ്യം നല്ലതായിരുന്നില്ല. മറ്റുള്ളവരുടെ സമ്പത്തിൽ നീ അസൂയാലുവാണ്. ദുരുദ്ദേശത്തോടെ അഗ്നിയിൽ മാംസം അർപ്പിച്ചതിനാൽ അവസാനം നീ ഒരു കള്ളനെപ്പോലെ കൊല്ലപ്പെടും. ഇത് പറഞ്ഞുകൊണ്ട് ദേവത അപ്രത്യക്ഷയായി. ദേവതയുടെ വാക്കുകൾ അയാളെ അല്പം വിഷമിപ്പിച്ചു. പക്ഷേ കാലനേമി കാലക്രമേണ അതീവ സമ്പന്നനായി മാറി. കുറച്ചു നാളുകൾക്ക് ശേഷം അവനൊരു മകൻ ജനിച്ചു. ശ്രീദേവതയുടെ അനുഗ്രഹത്താൽ ലഭിച്ചതിനാൽ ആ പിതാവ് അവന് ശ്രീദത്തൻ എന്ന് പേരിട്ടു. വളർന്നപ്പോൾ ശ്രീദത്തൻ ആയുധപ്രയോഗത്തിലും കായിക വിനോദങ്ങളിലും ഗുസ്തിയിലും ലോകത്ത് പ്രസിദ്ധനായി മാറി. ഈ കഴിവുകൾ കണ്ട വല്ലഭശക്തി എന്ന രാജാവ് ശ്രീദത്തനെ തൻ്റെ മകനായ വിക്രമശക്തിയുടെ കൂട്ടാളിയാക്കി. വിക്രമശക്തി എന്ന രാജകുമാരൻ അഹങ്കാരിയായിരുന്നു. അങ്ങനെ ധാർഷ്ട്യമുള്ള ഒരു രാജകുമാരനോടൊപ്പം ശ്രീദത്തന് ജീവിക്കേണ്ടി വന്നു. ഇതേ സമയത്ത് ചില ക്ഷത്രിയ കുമാരന്മാരും ഗുസ്തിയിൽ ശ്രീദത്തനോട് പരാജയപ്പെട്ട ദക്ഷിണദേശത്തെ ചില മന്ത്രിപുത്രന്മാരും ശ്രീദത്തൻ്റെ സുഹൃത്തുക്കളായി മാറി. വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാജാവിനെ അനുഗമിച്ച് ശ്രീദത്തൻ തൻ്റെ കൂട്ടുകാരുമായി ഗംഗാതീരത്ത് വിനോദത്തിനായി പോയിരിക്കുകയായിരുന്നു. 2 പേരുടെയും കൂട്ടുകാർ 2 ചേരികളായി തിരിഞ്ഞ് കളിക്കാൻ തുടങ്ങി. രാജകുമാരൻ്റെ പക്ഷത്തുള്ളവർ അവനെ രാജാവായി തിരഞ്ഞെടുത്തു. അതേസമയം ശ്രീദത്തൻ്റെ സുഹൃത്തുക്കൾ അവനെയും രാജാവായി തിരഞ്ഞെടുത്തു. ഇത് രാജകുമാരനെ കോപാകുലനാക്കി. അമിതമായ ആത്മവിശ്വാസത്തോടെ അവൻ ശ്രീദത്തനെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു. എന്നാൽ ശ്രീദത്തനോട് മുട്ടി നിൽക്കാൻ വിക്രമശക്തിക്കായില്ല. തോറ്റ അപമാനിതനായപ്പോൾ വളർന്നുവരുന്ന ആ വീരനെ വകവരുത്താൻ വിക്രമശക്തി തീരുമാനിച്ചു. പക്ഷേ രാജകുമാരൻ്റെ ഈ ഉദ്ദേശം ശ്രീദത്തന് മനസ്സിലായി. അവൻ ഭയത്തോടെ തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം അവിടെ നിന്നും പിൻവാങ്ങി. അങ്ങനെ പോകുമ്പോൾ ഗംഗയുടെ മധ്യത്തിൽ ഒഴുക്കിൽപ്പെട്ട സുന്ദരിയായ ഒരു സ്ത്രീയെ അവൻ കണ്ടു. അവളെ രക്ഷിക്കാനായി സുഹൃത്തുക്കളെ കരയിൽ നിർത്തിയിട്ട് ശ്രീദത്തൻ വെള്ളത്തിലേക്ക് ചാടി. അവൻ നീന്തിച്ചെന്ന് അവളുടെ മുടിയിൽ പിടികൂടി. പക്ഷേ അപ്പോഴേക്കും ആ സ്ത്രീ വെള്ളത്തിൽ ആഴത്തിലേക്ക് മുങ്ങിപ്പോയിരുന്നു. അവളെ പിന്തുടർന്ന് അവനും ആഴത്തിലേക്ക് മുങ്ങി. പക്ഷേ അതോടെ അവളെ കാണാതായി. ശ്രീദത്തൻ ഒഴുക്കിൽ ഒരു ചുഴിയിൽപ്പെട്ടു. ആ ചുഴി അവനെയും വലിച്ചുകൊണ്ട് നദിയുടെ ആഴങ്ങളിലേക്ക് പോയി.